മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ അക്സെപ്റ്റ് വൺ അനദർ എന്ന് പറഞ്ഞു. രണ്ടാമത് അണ്ടർസ്റ്റാൻഡ് വൺ അനദർ, സെർവ് വൺ അനദർ എന്നുള്ള ചിന്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ സെർവ് വൺ അനദർ, തമ്മിൽ കരുതുക എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഭർത്താക്കന്മാരെ കരുതുമ്പോൾ ഭർത്താക്കന്മാരുടെ എനർജി കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാം. അത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഭാര്യമാരെ കരുതുമ്പോൾ കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ് ലെവല് ഭവനത്തിൽ കൂടുന്നതായിട്ട് കാണാം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഭർത്താക്കന്മാരെ കരുതുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കരുതുന്നത്? നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്. ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്നേഹം വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാരണം അവരുടെ കരുതൽ വരുന്നതാണ്. ഭർത്താവിനെ ഭക്ഷണ കാരണങ്ങൾ, ഭർത്താവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് മനസ്സിലാക്കി അത് ഉണ്ടാക്കി കൊടുക്കുകയും അതൊക്കെ ചെയ്യുമ്പോൾ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള കരുതൽ കുറച്ചും കൂടി ബെറ്ററാവും. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഈ ഭർത്താക്കന്മാർക്ക് ഈ ഭക്ഷണത്തോട് കുറച്ച് താല്പര്യമുള്ള ആൾക്കാരാണ് പൊതുവേ ജനറലി. കാരണം 2-3 കാര്യങ്ങൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ. ഒന്ന് ഭക്ഷണം, രണ്ടാമത് അനിമലിൻ്റെ താല്പര്യങ്ങളാണെങ്കിലും സെക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭർത്താക്കന്മാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതിനോടുള്ള കരുതലും അതിനോടുള്ള താല്പര്യവും ഭാര്യ കാണിക്കുമ്പോൾ അതനുസരിച്ചുള്ള സ്നേഹവും വ്യത്യാസം വരും. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് അത് വരുമ്പോൾ പറയും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഭർത്താക്കന്മാരെ കരുതുമ്പോൾ ഭർത്താക്കന്മാരുടെ എനർജി ലെവല് കൂടുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ എനർജി ലെവൽ കൂടുന്നു. അതുപോലെ കുഞ്ഞുങ്ങളുടെ സെക്യൂരിറ്റി, ഭവനത്തിലുള്ള സെക്യൂരിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുന്നു. ഭവനം സന്തോഷിക്കാനുള്ള ഒരു പോയിൻ്റായിട്ട് മാറുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. കാരണം ഭവനത്തിലുള്ള സന്തോഷം പോലെ ഒരു സന്തോഷം, വേറൊരു സന്തോഷം, എക്സ്റ്റേണലായിട്ടുള്ളൊരു സന്തോഷം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇമ്പാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, ഭവനത്തിൽ നിന്ന് പറ്റുന്നുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ അവരേറ്റവും ഹാപ്പി ആയിത്തീരുന്നു എന്നുള്ളത് സത്യമാണ്. ഇന്നത്തെ യങ് തലമുറ കുടുംബജീവിതം ദുഃഖവും നിരാശയും ഉള്ളതാണ് എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് അവർ പലപ്പോഴും കല്യാണത്തിൽ ഏർപ്പെടാതെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വിമുഖത കാണിക്കുന്നത്. ഈ വെസ്റ്റേൺ കൾച്ചറിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഈ ടേബിളിൽ ഭക്ഷണത്തിൻ്റെ സമയം, എസ്പെഷ്യലി ഡിന്നർ ടൈമിലാണല്ലോ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. കാരണം ലഞ്ചിലൊക്കെ പലരും വർക്ക് പ്ലേസിലൊക്കെ ആയിരിക്കും. ഡിന്നറിൻ്റെ ടൈമിൽ എല്ലാവരും ഒരുമിച്ച് കൂടും. ഈ ഭക്ഷണത്തിന് ഒരുപാട് സമയമെടുത്താണ് കഴിക്കുന്നത്. നമ്മൾ ഈ പെട്ടെന്ന് ഭക്ഷണം വാരി വലിച്ച് കഴിച്ച് നമ്മൾ പോയി കഴിയുന്ന പോലെയല്ല, അവരൊരുപാട് സമയമെടുക്കും. ഈവൻ ചില ഭവനങ്ങളിൽ പോലും വെസ്റ്റേൺ കൾച്ചറിൽ അവരുടെ ഫാമിലി പ്രെയർ പോലും ഭക്ഷണ മേശയിലാണ് ചെയ്യുന്നത്. ഭക്ഷണം നിരത്തി വെക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും കൂടിയിരുന്ന് അതെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം എല്ലാവരോടും കൂടിയിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? അവിടെ വലിയൊരു സന്തോഷം വരികയാണ്, ഒരു ജോയ് അവിടെ വരികയാണ്. അതുകൊണ്ട് കുടുംബ ജീവിതത്തിലെ കെയറിങ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ മറന്നു പോരുത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കണം. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരുന്നത് തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളൊരു പോയിൻ്റാണ്. ലവ് വൺ അനദർ. ഇതൊരു പ്രിൻസിപ്പിളാണ്. നമ്മൾ ഈ പറയുന്ന പ്രിൻസിപ്പിളെല്ലാം നോട്ട് ഓൺലി ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു ജനറൽ പ്രിൻസിപ്പിളാണ്. ഈ ജനറൽ പ്രിൻസിപ്പിൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മളെ ബലപ്പെടുത്തുകയാണ്. തമ്മിൽ സ്നേഹിക്കുക, ഭർത്താവ് സ്നേഹിക്കുക. ഈ സ്നേഹം എന്ന് പറയുന്നത് അതിനൊരു നല്ല മീനിങ് ഉണ്ട്. അതൊരു ഇഷ്ടപ്പെടലല്ല. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് പസന്ത് കർത്താഹേ എന്ന് പറയുന്ന ഹിന്ദി പറയുന്നതല്ലേ, ഒരു ഇഷ്ടപ്പെടലല്ല, അന്യോന്യം ഇഷ്ടപ്പെടലല്ല. ബൈബിളിൽ എങ്ങും തന്നെ എഴുതിയിട്ടില്ല ലൈക്ക് വൺ അനദർ എന്ന് എഴുതിയിട്ടില്ല. ബൈബിള് ഒരു പ്രാക്ടിക്കൽ ബുക്കാണ്. അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ലവ് വൺ അനദറാണ്. ഇഷ്ടപ്പെടലും സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ മനസ്സിന് ഇണങ്ങുന്നൊരു കാര്യം മറ്റൊരാൾ കാണുമ്പോഴുള്ള അതിനോടുള്ള അഭിനിവേശമാണ് ഇഷ്ടപ്പെടൽ എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിലൊരു കാര്യം ഇഷ്ടമാണ്, അത് വേറെ. ഉദാഹരണം പറഞ്ഞാൽ ഒരു പാട്ട്, ഞാനൊരു പാട്ടുകാരനാണെന്നിരിക്കട്ടെ, എനിക്ക് പാട്ട് അറിയാവുന്ന ഒരാളിനെ കാണുമ്പോൾ അയാൾ നന്നായിട്ട് പാടുന്നുണ്ടെങ്കിൽ അത് വലിയ ഇഷ്ടമാണ്, പാട്ടുകാർ. അന്നേരം അയാളോടൊരു ഇഷ്ടപ്പെടൽ എനിക്ക് തോന്നുകയാണ്.
അതൊരു സ്നേഹമല്ല, ഒരു ഇഷ്ടപ്പെടലാണ്. അയാളെ അറിയാം, അല്ലെങ്കിൽ അയാളോടൊരു ഇഷ്ടപ്പെടൽ. ഈ മദ്യപാന്മാർ തമ്മിൽ ഭയങ്കര സ്നേഹം കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതൊരു ഇഷ്ടപ്പെടലാണ്. മദ്യപാന്മാർ തമ്മിൽ വലിയൊരു ഇഷ്ടമാണ്. കാരണം അപ്പോഴവരങ്ങ് തുറന്ന് പറയുന്നതൊക്കെ കാണാം. അതൊരു ഇഷ്ടപ്പെടലാണ്. അത് ബൈബിളിലെ യോഹന്നാൻ 3:16 ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്നാണ്. ഗോഡ് സോ ലൈക്ക് ദ വേൾഡ് എന്നല്ല എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ലൈക്ക് അല്ല, ലവും ലൈക്കും തമ്മിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. ലൈക്ക് ദ വേൾഡ് അല്ല, ദൈവത്തിന് പല കാര്യങ്ങളും ഭൂമിയിലെ ഇഷ്ടമല്ല. ലോകത്തിലുള്ള പല കാര്യങ്ങളും ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ എഗൻസ്റ്റ് ആണ്. എന്നാൽ ദൈവം ഹി സ്റ്റിൽ ലവ്സ്, അവൻ ലോകത്തെ സ്നേഹിക്കുകയാണ്. എൻ്റെ ചിരി നിങ്ങൾക്ക് പിടിക്കുന്നില്ല, എൻ്റെ ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതുപോലുള്ള ഒരു ഇഷ്ടമല്ല. എൻ്റെ ഹെയർ സ്റ്റൈൽ നന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എൻ്റെ ചിരി നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന അങ്ങനൊരു ഇഷ്ടവും ഇഷ്ടക്കേടും അല്ല ഇത്. സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാളും ഒരു ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള സ്നേഹമാണ്. സെൽഫ് ഗിവിങ് ലവ്, അഗപ്പെ ലവ് ഏറ്റവും ഉയർന്നതാണ്. ദാറ്റ് മീൻസ് കമ്മിറ്റ്മെൻറ്റ് ഫോർ ദ അൾട്ടിമേറ്റ് വെൽബീയിങ് ഓഫ് ദ അതർ പേഴ്സൺ. മറ്റുള്ള വ്യക്തികളുടെ വെൽബീയിങ്, അദ്ദേഹത്തിൻ്റെ നന്മ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുക എന്നുള്ള അതാണ് ലോകം ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന അഗപ്പെ ലവ്. എന്നാൽ എനിക്ക് ഇഷ്ടക്കേടുണ്ടായാലും എനിക്ക് അനിഷ്ടമായതുണ്ടായാലും ഞാൻ അയാളെ സ്നേഹിക്കുന്ന സ്നേഹം, അതാണ് തമ്മിൽ സ്നേഹിക്കുക എന്ന് പറയുന്നു. ഭാര്യയുടെ എല്ലാ കാര്യവും ഭർത്താവിന് ഇഷ്ടമാണോ എന്നില്ല, അതുപോലെ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ഭാര്യയ്ക്ക് ഇഷ്ടമാണോ എന്നില്ല. എന്നാൽ ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും ആത്യന്തിക നന്മ ഇഷ്ടപ്പെടുന്നു, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇഷ്ടത്തിൽ നിന്ന് സ്നേഹം ഡെവലപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതല്ലേ കോളേജ് ക്യാമ്പസുകൾ കാണുന്നത്. ഇഷ്ടം തോന്നുക, ഇഷ്ടം തോന്നിക്കഴിഞ്ഞിട്ട് പിന്നെ സ്നേഹത്തിലാകുക, പിന്നെ വേർപിരിയാതാകുക, വീട്ടുകാർ ഇഷ്ടപ്പെടാതിരിക്കുക, അവസാനം പോയി ജീവിതം ഹത്യ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ കോളേജ് ക്യാമ്പസിൽ കാണുന്ന സ്നേഹം, പ്രേമം എന്നൊക്കെ പറയുന്നത്. അതൊരു വേറൊരു ലെവൽ ഓഫ് തിങ്കിങ് ആണ്. അതല്ല ഇവിടെ പറയുന്ന സ്നേഹം. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹം അതല്ല. ചില നല്ല സ്വഭാവങ്ങളും ചില ദുഷിച്ച സ്വഭാവങ്ങളും ഒക്കെ കാണും. ചില സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഇഷ്ടം ആയില്ലെന്നിരിക്കും, എന്നാലും ആത്യന്തിക നന്മയ്ക്ക് വേണ്ടി അന്യോന്യം സ്നേഹിക്കുക. ഇപ്പം ഇവിടെ ഈ സ്നേഹത്തിനകത്ത് പല മഞ്ഞുമലകളും ഉരുകിപ്പോവും. അതാണ് ആ സ്നേഹം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് സ്നേഹിക്കുക? അതൊരു വലിയൊരു ചോദ്യമാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ സ്നേഹിക്കാനായിട്ട് പറ്റും? അവിടെ ഒരു ഹെയ്റ്റ് ഡെവലപ്പ് ചെയ്യാതെ ദൈവമാണ് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്, ദൈവമാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചിന്ത വരുമ്പോഴേ ആ ഹെയ്റ്റ് മാറി അവിടെ സ്നേഹം വരികയാണ്. കാരണം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ചിന്ത അതാണ്. അല്ലാതെ എനിക്കെന്തെങ്കിലും കിട്ടണം, എനിക്കെന്തെങ്കിലും ഗെയിൻ ചെയ്യണം, എൻ്റെ പ്ലഷർ, എനിക്ക് സുഖം കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ ഉപരിയായിട്ട് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എനിക്ക് എങ്ങനെ സ്നേഹം കൊടുക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓഫീസിൽ നിന്ന് ക്ഷീണിച്ച് വരുമ്പോൾ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് അയാൾ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഞാനത് നേരത്തെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, ഭർത്താവ് ഭയങ്കരമായിട്ട് ബോസ് ഒരുപാട് പ്രയാസപ്പെടുത്തി ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ഭാര്യയോടത് പറയുമ്പം ഭാര്യ തലയ്ക്ക് കയറിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ബുദ്ധിഹീനതയല്ലേ കാണിക്കുകയുള്ളൂ എന്ന് പറയുകയല്ല, ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം. അതാണ് സ്നേഹം അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഭാര്യയ്ക്ക് അങ്ങനെ അറിയാം ഭർത്താവിന് ചില കുറവുകളുണ്ടെന്നറിയാം, എന്നാൽ ആ സമയത്ത് ഭർത്താവിൻ്റെ കുറവുകൊണ്ടായിരിക്കും ചിലപ്പോൾ സംഭവിച്ചത്, നമുക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ കൂടി ഭാര്യ ഭർത്താവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്താൽ, നേരത്തെ പറഞ്ഞില്ല, അത് കെയറിങ്ങിനകത്ത് പറയുന്ന ഒരു ഭാഗമാണത്. നമ്മൾ ഭർത്താവിനെ എനർജി ലെവല് ഇൻക്രീസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ആസ്പെക്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമായി തീരും. അതുകൊണ്ട് സന്തോഷത്തിൽ മാത്രമല്ല ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കാനായിട്ട് പറ്റുന്നതാണ് സ്നേഹം. സന്തോഷിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. ഫാമിലിയിലെ ഫൈനാൻസിനകത്തൊരു വീക്ക് വന്നു, ഒരു പ്രയാസം വന്നു, അപ്പോഴേ
അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുകയല്ല, സ്നേഹത്തിൽ എങ്ങനെ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. കുഞ്ഞുങ്ങൾക്കൊരു ബലഹീനമായിട്ടൊരു കാര്യം സംഭവിച്ചു, അതങ്ങനെ സംഭവിച്ചു പോയി. ആ സമയത്ത് അത് നീ പഠിപ്പിക്കാഞ്ഞിട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അന്യോന്യം പഴി ചാരുകയല്ല, ആ സമയത്ത് അന്യോന്യം സ്നേഹിച്ച് നമുക്കത് ബിൽഡ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന അനുഭവം. അതുകൊണ്ട് അന്യോന്യം സ്നേഹിക്കുന്ന ഒരു അഗപ്പെ ലവാണ്. ഈ അഗപ്പെ ലവിനകത്ത് നമ്മൾ അന്യോന്യം വിട്ടുകൊടുക്കുകയും അന്യോന്യം പൊറുക്കുകയും ചെയ്യും. അടുത്തൊരു പോയിൻ്റ് അതാണ്, അതിലേക്ക് വരാം. 5ാമത്തെ പോയിൻ്റ് ഫൊർഗീവ് വൺ അനദർ. നമ്മൾ അന്യോന്യം ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. ലവ് വൺ അനദർ പറഞ്ഞു, ഫൊർഗീവ് വൺ അനദർ. ഒരുപാട് വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് ഇതിനെക്കുറിച്ച് എടുക്കാൻ പറ്റും. ഒരു വാക്യം പറയാം. കൊലോസ്യർ 3:12-13 വാക്യങ്ങളിലെ സഭയിലെ എല്ലാ വിശ്വാസികളും പാലിക്കുവാനായിട്ടുള്ള പറയുന്ന കാര്യമാണ്. അത് ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സിലവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ച പോലെ നിങ്ങളും ചെയ്യുവിൻ. ഇത് സഭയിലെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നതാണ്. എന്നാൽ പലതായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്ത ബന്ധത്തിൽ പല വഴക്കുകളും ഉണ്ടാവാം, ദേഷ്യം ഉണ്ടാവാം, പിണക്കമുണ്ടാവാം, അതുപോലെ ഇറിറ്റേഷൻ ഉണ്ടാവാം. ഇങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാവാം. ഉണ്ടാവുമ്പോഴേ ഒരിക്കലും തന്നെ നമ്മൾ അതൊരു ഒരു സീരിയസ് ഇഷ്യൂ ആക്കി എടുത്തുകൊണ്ട് പോകാതെ അന്യോന്യം ക്ഷമിക്കുകയും, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്: വഴക്കുണ്ടായാൽ അന്യോന്യം ക്ഷമിക്കുകയും അന്യോന്യം പൊറുക്കുകയും അന്യോന്യം ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കൊലോസ്യർ അതിൻ്റെ താഴോട്ട് 19ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കരുത്. കയ്പായിരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാര്യമാരെ തല്ലുന്ന ആൾക്കാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അതിനേക്കാളും വലിയൊരു ഇതാണ് ഹൃദയത്തിൽ പോലും കയ്പായിട്ടിരിക്കരുത്. കയ്പ് വരാം, എന്നാൽ ഉടനടി അത് ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. ആ ഹെയ്റ്റിംഗ് മെൻറ്റാലിറ്റി പിശാച് കൊണ്ടുവരുന്നതാണ്. അതിൽ നിന്ന് ഒരുപാട് ഹൃദയങ്ങളിൽ ആ ഹെയ്റ്റ് വന്നിട്ട് ആ അൺഫോർഗീവിങ് മെൻറ്റാലിറ്റി വന്ന് ഒരുപാട് വ്യക്തിബന്ധങ്ങളെ തകർത്ത് കളയുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് ഉണ്ട്. പ്രത്യേകിച്ച് മുറിവുകൾ കാണുമ്പോൾ അത് ഹർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വാക്കുകൾ കൂടിയും പ്രവൃത്തിയിൽ കൂടിയും ഉണ്ടാകുമ്പോൾ ഭാര്യയായാലും ഭർത്താവായാലും അന്യോന്യം അത് ഏറ്റുപറയും, അന്യോന്യം ക്ഷമിച്ചുകൊണ്ട് അത് നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ തീർച്ചയായും ദൈവം അത് ക്ഷമിച്ചു തരും. ഇത് ഒരു ഡിസ്കഷൻ്റെ വലിയൊരു പോയിൻ്റാണ്. ഇത് ഒരുപാട് ഫാമിലിയിൽ ഇന്ന് ഏറ്റവും പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അന്യോന്യം പോരാടുക, വാക്ക് പോരാടുക. അവസാനം തുടങ്ങിയിട്ട് എന്താണ്, എവിടെ ചെല്ലുന്നത്? അപ്പൻ്റെയും അമ്മയുടെയും വരെ പറയും. അന്യോന്യം വഴക്കുണ്ടാക്കിക്കൊണ്ട് അപ്പനും അമ്മയും വീട്ടുകാരെയും ഒക്കെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കയ്പായിട്ട് ഹൃദയത്തിൽ ചിന്തിക്കും. ചില ആളുകൊണ്ട് മിണ്ടത്തില്ല. ഭാര്യ പറയുന്ന ചില വേർഡ്സ് അല്ലെങ്കിൽ ഭർത്താവ് പറയുന്ന വേർഡ്സ് കേട്ടിട്ട് അത് മിണ്ടത്തില്ല. മിണ്ടാതെ ഇരുന്നിട്ട് കയ്പായിട്ട് മനസ്സിൽ ചിന്തിച്ചിട്ട്, ഭയങ്കര കയ്പായിട്ട് മനസ്സിൽ ചിന്തിച്ചിട്ട് അത് കൊണ്ട് നടക്കും. അത് കൊണ്ട് നടന്നിട്ട് പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴും മനസ്സിൽ കയ്പായിട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകം പറയുന്നത്, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിന് അവരോട് കയ്പായിരിക്കരുത്. നോട്ട് ബിറ്റർ അഗൻസ്റ്റ് ദം. കർത്താവ് എത്ര പ്രാവശ്യം ക്ഷമിച്ചു കാണും? കർത്താവിന് ക്ഷമിച്ചതിന് യാതൊരു കണക്കുമില്ല. ഇപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ക്ഷമിക്കുന്നില്ലേ? നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ കർത്താവിനോട് ഏറ്റു പറയുന്നില്ലേ? ആ ദൈവത്തിൻ്റെ പ്രോമിസ് പ്രകാരം അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പാപങ്ങൾ ഏറ്റു പറയുന്നില്ലേ? ദൈവം ക്ഷമിക്കുന്നില്ലേ? അതുപോലെ തന്നെ അന്യോന്യം ക്ഷമിക്കാനായിട്ട് കുടുംബജീവിതത്തിൽ തർക്കത്തിനും വാദത്തിനും വഴക്കിനും ഒന്നും പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കി അന്യോന്യം ക്ഷമിക്കാനായിട്ട് പഠിക്കണം. ഒരിക്കലും വെറുതെ ആർഗ്യുമെൻ്റ് നടത്തിയിട്ട് അത് കയ്പായിട്ടുള്ളതിലേക്ക് നടത്തും. ഒന്നുമില്ല, എന്തെങ്കിലും കാരണങ്ങൾ, ബസ്സിൻ്റെ സമയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ പറഞ്ഞ ഇതാണ്, നീ പറയുന്ന അതാണ് എന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായിക്കൊണ്ട് ആ ആർഗ്യുമെൻ്റ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആർഗ്യുമെൻ്റ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ആർഗ്യുമെൻറ്റിൽ
അതിലൊന്നും ഒരാൾ വിൻ ചെയ്തു വേറൊരാൾ ലൂസ് ചെയ്തു, അങ്ങനെയല്ല. നമ്മൾ ഒരു ലൂസിങ് പാർട്ടി ആകാനായിട്ട് നമ്മൾ എപ്പോഴും പഠിക്കണം. ഫാമിലി എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. ദർ ഇസ് നോ ലൂസർ ഓർ വിന്നർ. ജയിക്കേണ്ടത് കർത്താവാണ്, നമ്മളല്ല ജയിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഒരു പേഴ്സണൽ ട്രയംഫിന് വേണ്ടി ഫാമിലി ലൈഫിനെ യൂസ് ചെയ്യാതെ, ഒരിക്കലും കയ്പായിരിക്കാതെ നമ്മൾ അന്യോന്യം ക്ഷമിക്കാനായിട്ട് പഠിക്കുക. എൻ്റെ സമയം ഇവിടെ തീർന്നുകൊണ്ട് നമുക്ക് തുടർന്നും ഇത് വാച്ച് ചെയ്യണം. ഇതിനകത്ത് ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. ഇനി ഇതുകൂടാതെ 2 പോയിൻറ്റ്സ് കൂടെ പറയാനായിട്ടുണ്ട്. നമ്മുടെ ചിന്തകൾ ഇവിടെ ക്രോഡീകരിക്കട്ടെ. ഇന്ന് 2 കാര്യങ്ങളാണ് പറഞ്ഞത്: അന്യോന്യം സ്നേഹിക്കാനും അന്യോന്യം ക്ഷമിക്കാനും. ക്ഷമയുള്ളിടത്ത് സ്നേഹമുണ്ട്. അറിവ്, നമ്മുടെ കുറവുകൾ മനസ്സിലാക്കിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ആ കുറവുകൾ കാണുമ്പോൾ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. ക്ഷമയും സ്നേഹവും ഒരു 2 കാലുകൾ പോലെ, അല്ലെങ്കിൽ 2 കമ്പുകൾ പോലെ മുമ്പോട്ട് നമ്മളെ നയിക്കുന്ന പ്രയാണത്തിലേക്ക്, കുടുംബജീവിതത്തിലെ പ്രയാണത്തിന് ക്ഷമിക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കുക, ക്ഷമിക്കുക, ഇത് 2 മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെയുള്ളിടത്ത് കുടുംബജീവിതം ബിൽഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. തുടർന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും. വീണ്ടും കുറച്ച് ചിന്തകളോടുണ്ട്. നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഇന്നത്തെ നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചില പ്രാക്ടിക്കൽ ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയിൽ മുമ്പോട്ട് പോകാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലെ കയ്പ് വരാനായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ. ഈ കയ്പ് വരുന്ന സമയത്ത് അത് ഹൃദയത്തിൽ ഞങ്ങൾ കയ്പായിരിക്കാതെ അന്യോന്യം ക്ഷമിക്കുവാനും അതെല്ലാം മറന്നു കളവാനും കർത്താവെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, പ്രാർത്ഥിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബജീവിതത്തിൽ നല്ല ശക്തമായി മുമ്പോട്ട് പോകാൻ, സ്നേഹത്തിൽ കയ്പായി ചിന്തിക്കാതെ സ്നേഹത്തിൽ മുമ്പോട്ട് പോകാൻ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരെയും ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനോട് അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ നല്ലതാണ്. അതുപോലെ തന്നെ പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ അറിയിക്കുക, പ്രാർത്ഥിക്കുന്നതാണ്. കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ, എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് അറിയിച്ചാൽ പ്രാർത്ഥിക്കുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.